ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണിത്. ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റി. അതാണ് നമ്മുടെ ടാങ് ബാൻഡിൻ്റെ 61139SIF എന്ന് പറയുന്ന 6 ഇഞ്ച് പേപ്പർ കോൺ വരുന്ന ഒരു സബ്വൂഫർ. അപ്പോൾ ഐറ്റം ഒന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് 0 വാട്ട് എന്ന യൂട്യൂബ് ചാനൽ, ഇലക്ട്രോണിക്സ് ടെക്നോളജി, പിന്നെ ഇതുപോലുള്ള കുറച്ച് അൺബോക്സിങ് വീഡിയോകളൊക്കെ ചേർത്തിട്ടുള്ളൊരു ചാനലാണിത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കുത്തിപ്പൊട്ടിച്ചിരിക്കും. സോ ഫ്രണ്ട്സ്, നമ്മുടെ സാധനം ഇതാണ്. ഇതിന്ന് എത്തിയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ വേറെ 2 സ്പീക്കേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ടാങ് ബാൻഡിൻ്റെ സബ്വൂഫറിൻ്റെ അൺബോക്സിംഗ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഹെവി സാധനമാണ്. അപ്പോൾ നമുക്കിതിനെ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ തന്നെയാണ് അയച്ചേക്കുന്നത്. ബബിൾ റാപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പാക്കിങ്ങിന് പോലും വലിയ ഞണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സൈഡിൽ തന്നെ എൻ്റെ മോഡൽ നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അത്ര പുതിയ സ്പീക്കറൊന്നുമല്ല. ഏകദേശം 10 വർഷം മുന്നേ ഒക്കെ തന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നല്ലവണ്ണം പ്രൂവൺ ആയിട്ടുള്ളൊരു സ്പീക്കറാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ സ്പീക്കേഴ്സ്. ഈ സൈഡിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. മെയ്ഡ് ഇൻ ചൈനയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ പ്രോഡക്റ്റും നെയിം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, മറുവശത്തൊന്നുമില്ല. നമുക്കിത് തുറന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ല എൻ്റെ ലുക്ക്? നല്ല കിടു ലുക്കാണ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പീക്കറിൻ്റെ ഒക്കെ ഒരു ലുക്ക് ആൻഡ് ഫീലുണ്ട്. നല്ല സ്ട്രോങ് ആണ്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ്. ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇത്. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് അവരുടെ മോഡൽ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. 4 ഓമാണിത്. പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ, മോഡൽ നമ്പറും. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലും മറുവശത്തുമായിട്ടാണ് അതിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ വരുന്നത്. പിന്നെ അതിനകത്തുള്ള വോയിസ് കോയിലൊക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെയൊക്കെ വെൻറ്റിംഗ് ഉണ്ട്. പുറകുവശത്തും വെൻറ്റുണ്ട്, പേപ്പറിനകത്തും വെൻറ്റുണ്ട്. അപ്പോൾ ബാക്കി ഇതിൻ്റെ ക്ലോസപ്പൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ബേസിക്കായിട്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കണ്ടല്ലോ. നല്ല കിടിലം ലുക്ക്, നല്ല ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പവർഫുൾ ലുക്കുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഇതിനെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ കോണിന് ചുറ്റും ഒരു റബ്ബർ സറൗണ്ട് ഉണ്ട്. അത്യാവശ്യം നല്ലവണ്ണം വോയിസ് കോയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് Xmax എന്ന് പറയുന്നത് 11.5 mm ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന് എയർ പുഷ് ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് നല്ല പഞ്ചി ബാസ് തന്നെ ഇതിൽ നിന്ന് കിട്ടും. ഞാൻ ഇതിനെ റഫായിട്ടൊന്ന് സാധാരണ ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബാസിൻ്റെ റിപ്രൊഡക്ഷൻ തന്നെ ഇതിൽ നിന്നുണ്ട്. പിന്നെ അത് സാധാരണ ഒരു ചെറിയൊരു പവർഫുൾ അല്ലാത്ത ആംപ്ലിഫയർ. അപ്പോൾ അതിൻ്റെ സൗണ്ട് റിവ്യൂ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ഇതിനൊരു എൻക്ലോഷറിനകത്തൊക്കെ ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു സൗണ്ട് റിവ്യൂ ഞാൻ പിന്നെ ചാനലിൽ വീഡിയോ ഇട്ടിടാം. പിന്നെ ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡേറ്റ ഷീറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ പർച്ചേസ് ലിങ്ക് വിട്ടേക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോസ്റ്റ് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടൊരു വെൻ്റുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെൻ്റുണ്ട്. സ്പൈഡറിന് താഴെയായിട്ട് ഇവിടെ ഒരു വെൻ്റുണ്ട്. ഇതുകൊണ്ട് തന്നെ കോയിലൊന്നും അങ്ങനെ ചൂടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലവണ്ണം പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സബ്വൂഫറാണിത്.
എല്ലാം കൊണ്ടും അടിപൊളി ഒരു സബ്വൂഫർ എന്ന് പറയാം. കോസ്റ്റ് ഇച്ചിരി ഹൈ ആണെങ്കിലും വളരെ വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണിത്. ഇനി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ജസ്റ്റ് പറഞ്ഞു പോകുകയാണെങ്കിൽ ഇതിൽ 6 ഇഞ്ചിൻ്റെ സബ്വൂഫറാണ്. 6 ഇഞ്ചാണ് ഇതിൻ്റെ കോൺ ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് 4 ohm ആണ്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് 35 മുതൽ 800 ഹെർട്സ് വരെ ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞിരിക്കുന്നത്. 35 ഹെർട്സിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് റിവ്യൂസിലൊക്കെ കണ്ടത്. എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ വോയിസ് കോയിൽ വരുന്നത് ഏകദേശം 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചാണ് വോയിസ് കോയിലിൻ്റെ ഡയമീറ്റർ. പിന്നെ ഇതിൻ്റെ റേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ 50 വാട്ട്സ് ആണ്. മാക്സിമം 100 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള നിങ്ങളെ ഡേറ്റ ഷീറ്റ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ എൻക്ലോഷർ ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ വേറെ 2 ചെറിയ സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ചിട്ട് വേറൊരു ഓഡിയോ പ്രോജക്റ്റ് പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ചാനലിടാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടാതെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.